ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു gkctutorials. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള PUCയുടെ 10th ലെവൽ പ്രിലിംസ് എക്സാമിന്റെ സയൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആമസോൺ മഴക്കാടുകൾ. മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മസ്തിഷ്കം. മസ്തിഷ്കത്തിലെ വലിയ ഭാഗത്തിന്റെ പേരാണ് സെറിബ്രം. ഇത് ഐച്ഛിക ചലനങ്ങളെ, അതായത് ബുദ്ധി, ഭാവന, ഓർമ്മ, വിവേചനം തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഒരു മനുഷ്യന്റെ ബുദ്ധി, ഭാവന, ഓർമ്മ, വിവേചനം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രമാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെ ഐച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. അപ്പോൾ ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം അല്ലെങ്കിൽ ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. അതുപോലെ തന്നെ മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗവും സെറിബെല്ലം തന്നെയാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളികളുള്ള സ്ഥലം ഏതാണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളികളുള്ള സ്ഥലം ഏതാണ്? മെനിഞ്ചസ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ, അതായത് ശ്വസനം, ഹൃദയസ്പന്ദനം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളായ ശ്വസനം, ഹൃദയസ്പന്ദനം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ്? ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ്? ഹൈപ്പോ തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്ന പേരാണ് എസെൻട്രിക്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം കൂടിയാണ് ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം പല്ലിലെ ഇനാമലാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. ശരീരത്തിലെ പമ്പ് ഏത് അവയവമാണ്? ശരീരത്തിലെ പമ്പ് ഏത് അവയവമാണ്? ഹൃദയം. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്നത് എന്താണ്? ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്നത് എന്താണ്? പെരികാർഡിയം. ഹൃദയ അറകളുടെ സങ്കോചത്തിന് പറയുന്ന പേര് എന്താണ്? ഹൃദയ അറകളുടെ സങ്കോചത്തിന് പറയുന്ന പേരാണ് സിസ്റ്റലി. സാധാരണ ഹൃദയമിടിപ്പ് എത്ര പ്രാവശ്യമാണ് അനുഭവപ്പെടുന്നത്? സാധാരണ ഹൃദയമിടിപ്പ് എത്രയാണ്? മിനിറ്റിൽ 72 പ്രാവശ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ശുദ്ധരക്തം പ്രവഹിക്കുന്നതും അശുദ്ധരക്തം പ്രവഹിക്കുന്നതും 2 കുഴലുകൾ കൂടിയാണ്. അതായത് ശുദ്ധരക്തം പ്രവഹിക്കുന്നത് ധമനികളിൽ കൂടിയാണ്, എന്നാൽ അശുദ്ധരക്തം പ്രവഹിക്കുന്നത് സിരകളിലൂടെയാണ്. ഇനി ശരീരത്തിലെ രാസപരീക്ഷണശാല ഏതാണെന്ന് നോക്കാം. ശരീരത്തിലെ രാസപരീക്ഷണശാലയാണ് കരൾ. അതുപോലെ തന്നെ പുനരുജ്ജീവന ശേഷിയുള്ള ശരീരത്തിലെ അവയവവും കരൾ തന്നെയാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ
രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരൾ. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ക്യാരറ്റിൽ ധാരാളമായിട്ടുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശം. ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. അതായത് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? വൃക്ക. മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ഏത് അവയവമാണ്? മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് കിഡ്നിയാണ്. ക്രോമോസോമിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ക്രോമോസോമിന്റെ അടിസ്ഥാന ഘടകം DNA ആണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എന്താണ്? കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മനുഷ്യരിൽ ദഹനം എവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്? മനുഷ്യരിൽ ദഹനം എവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്? വായ. ഉമിനീരിലെ രാസാഗ്നി ഏതാണ്? ഉമിനീരിലെ രാസാഗ്നിയാണ് ടയലിൻ. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ചെറുകുടൽ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. മനുഷ്യകോശത്തിലെ ക്രോമോസോമുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യകോശത്തിലെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ക്രോമോസോമുകളുടെ എണ്ണം എത്രയാണ്? 23 ജോഡി. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളാണുള്ളത്. അതുപോലെ തന്നെ 23 ജോഡി അല്ലെങ്കിൽ 46 ക്രോമോസോമുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയിലാണ്, ചെറുത് സ്റ്റേപ്പിസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള എല്ല് താടിയെല്ലാണ്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിര ദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിര ദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? മനുഷ്യനിൽ പ്രധാനമായും 4 തരം പല്ലുകളാണ് ഉള്ളത്. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് എന്താണ്? അപ്പോൾ പാറ്റല്ല എന്നാണ് കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്. മനുഷ്യ ശരീരത്തിൽ കൂടുതലുള്ള മൂലകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. മനുഷ്യ രക്തത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? മനുഷ്യ രക്തത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ. മനുഷ്യരിൽ വിളർച്ച അനുഭവപ്പെടുന്നത് ഇരുമ്പിന്റെ അംശം ശരീരത്തിൽ കുറയുമ്പോഴാണ്. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവി. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. അരുണ രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്രയാണ്? അരുണ രക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസം. മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് എത്രയാണ്? മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് 37 ഡിഗ്രി. വിറ്റാമിനുകൾക്ക് ആ പേര് നൽകിയത് ആരാണ്? അല്ലെങ്കിൽ വൈറ്റമിനുകൾക്ക് ആ പേര് നൽകിയത് ആരാണ്? കാസിമർ ഫാക്ക്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് വിറ്റാമിൻ A, D, E, K. എന്നാൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയുമാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ A, D, E, K. എന്നാൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും. ഇനി ഓരോ വൈറ്റമിൻസിന്റെയും രാസനാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ A, അതിന്റെ രാസനാമമാണ് റെറ്റിനോൾ. വൈറ്റമിൻ B1ന്റെ രാസനാമമാണ് തയാമിൻ. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B3 നിയാസിൻ. വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്. വൈറ്റമിൻ B6 പിരിഡോക്സിൻ. വൈറ്റമിൻ B7 ബയോട്ടിൻ. വൈറ്റമിൻ B9 ഫോണിക് ആസിഡ്. വൈറ്റമിൻ B12 സാനോകൊബാലമിൻ. വൈറ്റമിൻ C അസ്കോർബിക് ആസിഡ്.
വൈറ്റമിൻ ഡി, കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ, ടോക്കോഫെറോൾ, വൈറ്റമിൻ കെ, ഫിലോക്വിനോൻ. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായതും ഇലക്കറികളിൽ നിന്ന് ലഭിക്കുന്നതുമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. മനുഷ്യ ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ സി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ്? മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം സി തന്നെയാണ്. ഇനി അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? ജീവകം ഡി. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് എന്താണ്? ബയോട്ടിൻ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻ ഇ ആണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? തൈമോസിൻ. തൈറോക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? തൈറോക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പോൾ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ അതിനാവശ്യമായ ഘടകം അയഡിനാണ്. ആമാശയത്തിലെ ആസിഡ് ഏതാണ്? ആമാശയത്തിലെ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് എന്താണ്? മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് എന്താണ്? യൂറോക്രോം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഹോർമോണായും പ്രവർത്തിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഹോർമോണായും പ്രവർത്തിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിനാണ്. തവിടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? തവിടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ബി1. അപ്പോൾ വൈറ്റമിൻ ബി1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് രക്തസമ്മർദ്ദം. എംഫിസീമ എന്ന രോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? എംഫിസീമ എന്ന രോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? ശ്വാസകോശം. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് തലച്ചോറ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ എന്താണ്? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടനിസം. ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവം ഏതാണ്? ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവം കണ്ണാണ്. അതുപോലെ തന്നെ സാർസ് രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. അപ്പോൾ സാർസ് രോഗം എന്തിനെ ബാധിക്കുന്ന രോഗമാണ്? ശ്വാസകോശം. നിശാന്തതയ്ക്ക് കാരണം ഏത് വൈറ്റമിന്റെ അഭാവമാണ്? നിശാന്തതയ്ക്ക് കാരണം ഏത് വൈറ്റമിന്റെ അഭാവമാണ്? വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റു രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തത, സീറോഫ്താൽമിയ ഇവയൊക്കെയാണ്. വിറ്റാമിൻ ബി1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അപ്പോൾ വിറ്റാമിൻ ബി1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറിയാണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ആണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇനി വൈറസ് മൂലവും ബാക്ടീരിയ മൂലവും പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വൈറസ് മൂലം പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാർസ്, വസൂരി, അരിമ്പാറ, പേവിഷബാധ, മീസിൽസ്, ചിക്കൻ ബോക്സ്, എയ്ഡ്സ് ഇവയൊക്കെ വൈറസ് രോഗങ്ങളാണ്. സാർസ്, വസൂരി, അരിമ്പാറ, പേവിഷബാധ, മീസിൽസ്, ചിക്കൻ ബോക്സ്, എയ്ഡ്സ് ഇവ വൈറസ് പരത്തുന്ന രോഗങ്ങളാണ്. എന്നാൽ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ് ക്ഷയം, കോളറ, കുഷ്ഠം, ഡിഫ്തീരിയ, പ്ലേഗ്, എലിപ്പനി, സിഫിലിസ്, ആന്ത്രാക്സ്, തൊണ്ടകാറൽ എക്സെട്ര. ക്ഷയം, കോളറ, കുഷ്ഠം, ഡിഫ്തീരിയ, പ്ലേഗ്, എലിപ്പനി, സിഫിലിസ്, ആന്ത്രാക്സ്, തൊണ്ടകാറൽ ഇവയൊക്കെ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ഡിസീസസ് ആണ്. പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? പന്നിപ്പനിക്ക് കാരണമായ വൈറസ് H1N1 വൈറസ് ആണ്. ക്യൂലെക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗം ഏതാണ്? ക്യൂലെക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗമാണ് മന്ത്. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ്
ഏതാണ്? ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ്. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? ഹരിത സസ്യങ്ങളാണ്. ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം ഏതാണ്? മോണോട്രോപ്പ്. സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? ഓക്സിജൻ. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ്? പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള. പയർചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏതാണ്? റൈസോബിയം. അപ്പോൾ പയർചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം ഏതാണ്? അല്ലെങ്കിൽ റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനത്തിന് ഉദാഹരണമാണ് മുതിര. കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് നെല്ല്. പന്നിയൂർ 1 എന്തിന്റെ സങ്കര ഇനമാണ്? കുരുമുളക്. സൽകീർത്തി എന്നത് എന്താണ്? സങ്കര ഇനം വെണ്ടയാണ് സൽകീർത്തി. ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന്റെ ഉദാഹരണമാണ്? വെണ്ട. ആനക്കൊമ്പൻ വെണ്ട. ഫോസിലുകളുടെയും ജൈവ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയുടെ പേര് എന്താണ്? ഫോസിലുകളുടെയും ജൈവ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയുടെ പേരാണ് കാർബൺ ഡേറ്റിംഗ്. അപ്പോൾ ഈ കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. അതുപോലെ തന്നെ പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പത്തോളജിയാണ്. ഇനി പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. അപ്പോൾ മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി, പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പത്തോളജി, പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. ശാസ്ത്രീയമായി മുയൽ കൃഷിക്ക് പറയുന്ന പേര് എന്താണ്? ശാസ്ത്രീയമായ മുയൽ കൃഷിക്ക് പറയുന്ന പേരാണ് കൂണി കൾച്ചർ. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17. ലോക ജലദിനം മാർച്ച് 22 മാർച്ച് 22 ലോക ജലദിനമാണ് ആചരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. സർക്കാർ ആശുപത്രികളിലെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സർക്കാർ ആശുപത്രികളിലെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആർദ്രം. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യത്തെ ആശുപത്രി ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റൽ. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദ് ആയിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.